ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബില്യൺ ക്രാഫ്റ്റ് എന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അത് നമ്മുടെ സ്വന്തം ബില്യൺ ക്രാഫ്റ്റിൻ്റെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ബോട്ടിലായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിലായിട്ടാണ്. അപ്പോൾ അധികം നിയോഗിപ്പിക്കുന്നില്ല. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം, അതുപോലെ ബെല്ലൈക്കൻ തന്നെ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബോട്ടിലാണ് എടുക്കുന്നത്. നമ്മൾ ഇൻസൈഡ് ബോട്ടിൽ ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്യാണ്. ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ക്രിസ്മസ് ബോട്ടിലായിട്ടാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ഇവിടെ ചെറിയൊരു ക്രിസ്മസ് ട്രീ എടുക്കുകയാണ്. നമുക്ക് ഈ ക്രിസ്മസ് ട്രീ ഈ ഒരു പീസിൻ്റെ സെൻറ്ററിൽ വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ അത് ഒട്ടിച്ചെടുക്കണം. ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണിൻ്റെ ഒപ്പം കുറച്ച് ഫെവിക്വിക്കും കൂടിയും യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് വിട്ടുപോലെ ഇത് അപ്പോൾ നല്ല രീതിയിൽ അത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ നല്ല അടിപൊളിയായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പിയുടെ കട്ട് ചെയ്ത ബാക്കി പോർഷനുകളും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിലിക്കൺ യൂസ് ചെയ്യാം. നമ്മൾ അക്കോയൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിലിക്കൺ. അപ്പോൾ അത് വെച്ച് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒട്ടും ലീക്കില്ലാതെ കിട്ടും. അപ്പോൾ മാക്സിമം എല്ലാവരും അത് വെച്ച് ഒട്ടിക്കുക. ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മുകളിലത്തെ പീസ് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുകയാണ്. അപ്പോൾ അമർത്തി വരുമ്പോൾ കുറച്ച് ഗ്ലൂ പുറത്തേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതൊരു ബ്ലേഡ് വെച്ചിട്ട് കുപ്പിമേക്ക് തന്നെ പതിപ്പിച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒട്ടും ലീക്കില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ധൈര്യത്തിന് ഞാൻ അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ബ്ലേഡ് വെച്ചിട്ട് അതിലേക്ക് പതിപ്പിച്ചെടുക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അത് നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും ലീക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. നമുക്കപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലാണ് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനുള്ളത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 35-40 രൂപയ്ക്ക് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമുക്ക് ആ ഗ്ലിസറിൻ ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗ്ലിസറിൻ ഒഴിക്കേണ്ട അളവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ബോട്ടിലാണ് എടുക്കുന്നത് ആ ബോട്ടിലിൻ്റെ ഒരു 1/4 ഭാഗം ഗ്ലിസറിൻ വെച്ച് ഫില്ല് ചെയ്തെടുക്കണം. ആ ഭാഗം ഞാൻ ഗ്ലിസറിൻ വെച്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻ നമുക്ക് മിനറൽ വാട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടർ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒഴിച്ചു കൊടുത്ത ഗ്ലിസറിനും വെള്ളവും കൂടി മിക്സ് ആവുന്നതാണ് ഈ കാണുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗിൽറ്റർ ഷേപ്പുകൾ എടുക്കുകയാണ്. അത് നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് സ്റ്റാർസിൻ്റെയും മൂണിൻ്റെയും അതുപോലെ ഹാർട്ടിൻ്റെ ഒക്കെ ചെറിയ ഷേപ്പുകളാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പീസുകൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഞാൻ നല്ല സിൽവർ കളർ ഗിൽറ്റ് കോസ്റ്റ് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഗിൽറ്റ് ഇടുമ്പോൾ ഒരു മഞ്ഞിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടും നമ്മൾ ആ വെള്ളം കലങ്ങുമ്പോൾ. ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ അത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ ഗിൽറ്റ് ആ വെള്ളത്തിൽ കിടന്ന് തിളങ്ങുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മിക്സഡ് കളർ ഗിൽറ്റുകളാണ്, എല്ലാ കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഗിൽറ്റ്. അധികം ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് ലേശം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഗിൽറ്റ് ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള പോർഷൻ ടോപ്പ് വരെ വെള്ളം ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിലത്തെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്നെല്ലാം മിക്സ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി ഈ ബോട്ടിലിൻ്റെ പുറത്തെ സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു എംബ്രോയിഡറി ത്രെഡ് എടുക്കുന്നുണ്ട്. റെഡ് കളറാണത്. നമുക്ക് ആ ത്രെഡ് നേരത്തെ ആ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ നമുക്ക് നേരത്തെ ആ ഗ്ലൂ ഗണ്ണ് വെച്ചതിൻ്റെ ആ പാടുകൾ കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും. നല്ല ഭംഗിയിൽ നമുക്ക് ആ ബോട്ടിലിൻ്റെ അടിഭാഗം കിട്ടും. ഞാൻ അത് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ അടിഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ത്രെഡ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൽ ഫെവിക്കോൾ തേച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ത്രെഡ് ഫുള്ള് ചുറ്റിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ നമ്മുടെ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ബോ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നമ്മുടെ റിബൺ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ട് ബാക്കിൽ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഇന്നത്തെ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ വെറൈറ്റി ഇൻസൈഡ് ദ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ ബോട്ടിലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി ക്രാഫ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് സൺഡേ ഏത് നല്ല ക്രാഫ്റ്റായിട്ട് കാണാം. ബിഹൈൻഡ് ദി ക്യാമറ ആൻഡ് ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.